ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ആൾറെഡി ഞാൻ സൂചിപ്പിച്ചു 80% മൈൻഡ് സെറ്റ് ആൻഡ് 20% സ്കിൽ സെറ്റ് എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യും, ഏതൊരു കാര്യമായിരുന്നാലും, ഇപ്പോൾ ഇംഗ്ലീഷ് ആയിരുന്നാലും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാം മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എനിക്കത് കഴിയില്ല എന്നുള്ളത് ആണ് ആൾറെഡി സെറ്റായിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റേണ്ടത് ആദ്യത്തെ ആവശ്യമാണ്. നമുക്കത് മാറിയേ പറ്റൂ. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം. ഐ വാണ്ട് ടു ടോക്ക് വെൽ. ഐ വാണ്ട് ടു ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എ ഹ്യൂജ് ഓഡിയൻസ്. ഐ വാണ്ട് ടു ബി എ ഗുഡ് പബ്ലിക് സ്പീക്കർ. ഓക്കെ, ഇതേപോലുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് വരണം. അത് ചുമ്മാ പറഞ്ഞാൽ വരത്തില്ല. എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് വരാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് വരാനായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളാണ്. ആദ്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കുക. എനിക്ക് പറ്റും. ഞാൻ ഇന്നലെ വരെ വിചാരിച്ചു പറ്റില്ല എന്നാണ്. എനിക്ക് പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് എനിക്ക് പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. അതായിരിക്കണം സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. സബ് കോൺഷ്യസ് മൈൻഡിനെ എവിടെ കാണാൻ കിട്ടും? സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അത് ആക്റ്റീവ് ആവുന്ന രണ്ട് സമയം ഞാൻ പറഞ്ഞു: ഏർലി മോർണിംഗ് ആൻഡ് ബിഫോർ സ്ലീപ്പ്. അതായത് ഉറക്കം എഴുന്നേറ്റ് ആദ്യത്തെ 5 മിനിറ്റിനകത്ത് നിങ്ങളുടെ ഒരു അഫർമേഷൻ ചാൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ അഫർമേഷൻ ആൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈവനിങ്ങിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പേ അപ്പോഴും നിങ്ങൾ അഫർമേഷൻ ചാൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഈ രണ്ട് സമയവും നിങ്ങൾ അഫർമേഷൻസ് ചാൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആയിട്ടുള്ള ഒരു 5 അഫർമേഷൻ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഗോളുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു 5 അഫർമേഷൻ അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് ബേസ് ചെയ്ത് നിങ്ങൾ ബോൾഡായിട്ട് സംസാരിക്കുക. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം അഫർമേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അഫർമേഷൻ മസ്റ്റായിട്ട് സംസാരിച്ചിരിക്കണം. ആദ്യത്തെ 15 മിനിറ്റ് ഉറങ്ങുന്നതിന് മുമ്പുള്ള 15 മിനിറ്റും. അത് രണ്ട് സമയമാണ് ഞാൻ പറഞ്ഞത്. രാവിലെയും വൈകുന്നേരം നമ്മൾ ഒരു അസുഖത്തിന് ഗുളിക കഴിക്കും പോലെ രാവിലെയും വൈകുന്നേരം നമ്മൾ മനസ്സിനകത്ത് പറഞ്ഞു കൊടുക്കുകയാണ്: ഞാൻ ഇങ്ങനെയല്ല ഇന്നലെ വരെ വിചാരിച്ചിരുന്നത്, എനിക്ക് തെറ്റി, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇംഗ്ലീഷിൽ വളരെ ഇതാണ് എന്നുള്ള കാര്യം. രണ്ടാമത് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന അടുത്തൊരു വാല്യുബിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ നന്ദി. നമുക്ക് ഇന്ന് വരെ കിട്ടിയതിന് എല്ലാത്തിനും നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം. ആദ്യത്തെ പോയിന്റ്. ഇനി കിട്ടാനായിട്ട് ഉള്ളതിനോടും നന്ദി ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതല്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, അതിന് നന്ദി എന്ന് നമ്മൾ പറയണം. അയ്യോ സാർ, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, ഞാൻ പറയുമ്പോൾ ഒരുപാട് തെറ്റ് വരും. ആയിക്കോട്ടെ, അത് നമ്മൾ പറയുമ്പോഴല്ലേ, നമുക്ക് മനസ്സിൽ വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പം നന്ദി പറയാ. ഗ്രാറ്റിറ്റ്യൂഡ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അഫർമേഷൻസ് പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. അപ്പം എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയും? ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന പോയിന്റ്സ് നോട്ട്ബുക്കിൽ എഴുതുക. ഐ ആം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഇംഗ്ലീഷ് ലാംഗ്വേജ്. എഴുതുക. ഐ ആം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് എഴുതുക. ഇതൊരു 3 തവണ പറയുക. കാരണം നമ്മൾ ഇംഗ്ലീഷിനെ മാത്രം ബേസിലാണ് ഈ സംസാരിക്കുന്നതെല്ലാം. മനസ്സിലായോ? അപ്പോൾ ഇതാദ്യം എഴുതുക. ഇത് നിങ്ങൾ രാവിലെ പറയണം, മനസ്സിൽ തൊട്ട് പറയണം. ഇംഗ്ലീഷ് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം നമുക്ക് നന്ദി എന്നൊരു സംഭവം ഉണ്ടായിരിക്കണം. നന്ദി എല്ലാത്തിനോടും വേണം കേട്ടോ, ഇംഗ്ലീഷ് എന്ന് മാത്രമല്ല. പക്ഷെ ഞാനിവിടെ ഇംഗ്ലീഷിന്റെ പോയിന്റിൽ മാത്രമാണ് സംസാരിക്കുന്നത്. ഒരു പേന തരാമോ? പേന തരാമോ മക്കളെ? ഇതെന്തുവാ? ഇതായിട്ടുള്ള എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുക. നോക്കട്ടെ എന്താ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാനായിട്ട്, ലാലി മാം അൺമ്യൂട്ട് ചെയ്യാമോ ഒന്ന്? ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക, എഴുതുക. ഐ ആം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് എനിക്ക് എൻ്റെ കൈവശമുള്ള എൻ്റെ ഇതായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിന് നന്ദി എന്നുള്ളതാണ്. അതായത് ഇത്രയും മനോഹരമായ ഒരു ലാംഗ്വേജ് എൻ്റെ കയ്യിലുണ്ട്, അതിനാണ് നന്ദി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇല്ലയോ, എനിക്ക് കിട്ടിയില്ല എന്നുള്ളതൊക്കെ പിന്നത്തെ കേസ്. ആദ്യം ഉള്ളതിനും നമ്മളുടെ കയ്യിൽ ഇല്ലാത്തതിനും നന്ദി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് നമ്മളെ തേടി വരും എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മുടെ കയ്യിൽ ഉള്ളത് എന്താണ്? നമ്മുടെ കയ്യിൽ ആൾറെഡി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിന്. അത് നേരെ വണ്ണം നമ്മൾ അതിനോടൊന്നും ഒരിക്കലും നന്ദി പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഇല്ലാത്തത് വരും? ഒരിക്കലും വരത്തില്ല. അപ്പോൾ ഉള്ളതിനെല്ലാം നന്ദി കൊടുക്കുക. ഐ എം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, 5 അഫർമേഷൻ ഞാൻ ആൾറെഡി പറഞ്ഞു. 5 അഫർമേഷൻ എന്താണ്?
അഫർമേഷൻ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്? രണ്ട് കൈകൾ ബോൾഡായിട്ട് ചുമ്മാ പറഞ്ഞാൽ പോരാ. എങ്ങനെ പറയണം? രണ്ട് കൈകൾ, ഞാൻ എൻ്റെ ഇത് കാണാൻ പറ്റും. രണ്ട് കൈകൾ നമ്മൾ സ്റ്റേൺ ആയിട്ട് പിടിക്കുക, കണ്ണുകൾ നല്ലവണ്ണം. രാവിലെ ആകുമ്പോൾ നമുക്കൊരു ഉറക്കത്തിൻ്റെ ഒരു പിച്ചുണ്ടാവും. ആ സമയത്താണ് നമ്മളിത് പറയുന്നത്. അതേപോലെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേയും ഒരു ചെറിയൊരു ഉറക്കത്തിൻ്റെ ഒരു ഇതുണ്ടാവും. ആ സമയത്താണ് നമ്മൾ പറയുന്നത്. അപ്പം കൈകൾ നല്ലവണ്ണം ഇറുക്കി, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന അത്രയും ഇതിൽ ബലത്തിൽ പറയുക. ഐ ആം എ ഗുഡ് സ്പീക്കർ. മൈ ഇംഗ്ലീഷ് ഈസ് വെരി ഗുഡ്. എവ്രി വൺ ലിസൺ ടു മീ. ഐ ഹാവ് എ ഹ്യൂജ് ഓഡിയൻസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അതേപോലെ ഞാൻ പറഞ്ഞ നിങ്ങളുടെ അഫർമേഷൻസ് ഏതാണോ അത് 1 by 1 ആയിട്ട് 5 പറയുക. അപ്പോൾ അതെങ്ങനെ പറയും? അത് പഠിച്ചു വെച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഈ 20 ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 5 എടുത്ത് പഠിക്കുക. നിങ്ങളുടെ ഗോളുമായിട്ട് ബന്ധപ്പെട്ട 5 അത് പറയുക. ഓക്കെ, അപ്പോൾ 2 ടാസ്ക്കായി. ഒന്ന് നന്ദി പറയുക, 2 അഫർമേഷൻസ് പറയുക. ഇത് രണ്ടും മുടങ്ങാതെ ചെയ്യുക. പിന്നെ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും ഏതൊക്കെയോ സംഭവങ്ങളൊക്കെ എടുത്ത് ഡെയിലി ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ മാത്രം നമുക്ക് ഇനി പോയാൽ പോരാ. അപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പ് ചാറ്റൊക്കെ എന്താ പറയുക, ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഡിസ്കഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഗെയിമായിട്ട് എടുക്കുക. ഒരു കാര്യം നമ്മൾ വളരെ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിച്ചാൽ ഒരിക്കലും തലയിൽ കയറത്തില്ല. നല്ല ഹാപ്പി മൂഡിൽ പഠിക്കണം. ഹാപ്പി മൂഡിൽ പഠിക്കണമെങ്കിൽ അതിനകത്ത് കുറച്ച് കളികൾ അങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ച് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ കയറും. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ മലയാളമൊന്നും പഠിച്ചത് നമ്മളെ ആരും വന്ന് അടി തന്നിട്ടോ തല്ലിയിട്ടൊന്നുമല്ല, നമ്മൾ കേട്ടാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഇംഗ്ലീഷ് നമുക്ക് കേൾക്കാനായിട്ട് നമ്മുടെ ചുറ്റുപാടിൽ ആരും ഇത് പറയുന്നില്ല. അതുപോലെ നമുക്ക് അത്രയും ഒരു കൺവീനിയൻസ് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്രയാസമാണ്. കാരണം നമുക്ക് ആരും അത് പറഞ്ഞു തരാനില്ല. നമുക്ക് കേൾക്കാനുള്ള ഒരു ഓപ്ഷനും നമ്മളായിട്ട് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പിന്നെ അതൊരിക്കലും കേൾക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങൾ തമ്മിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു ഗെയിം ഓറിയൻറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഗെയിം ഓറിയൻറ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്? നമുക്ക് അറിയാം, ഒരു നമ്മൾ പറയില്ലേ, ഒരു ഭാഗ്യക്കുറി പോലത്തെ ഒരു സംഭവം, ഒരു എന്താ പറയുക, ഒരു വീല് പോലെ. നിങ്ങൾ 4 പേര് ഒരു മീറ്റിങ്ങിനകത്ത് കയറി കഴിഞ്ഞാൽ ആരാദ്യം സംസാരിക്കണം? സംസാരിക്കുന്ന ആൾക്ക് നമ്മളൊരു ടോക്കൺ കൊടുക്കുക. 1 2 3 4 4 പേരാണ് കയറുന്നത്. 4 പേർക്ക് ഓരോ ടോക്കൺ നിങ്ങൾ തന്നെ അസൈൻ ചെയ്യുക. നിങ്ങളിപ്പോൾ എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് ഈ ഗ്രൂപ്പിനകത്ത് കുറേ കാലമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ടോക്കൺ അസൈൻ ചെയ്യുക. അത് അഡ്മിൻസ് ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. പക്ഷേ അഡ്മിൻസ് ആരും ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും ഉണ്ടോ? അഡ്മിൻസ് ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഇല്ല. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഒരു ടോക്കൺ സെറ്റ് ചെയ്യുക. ടോക്കൺ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അപരനാമം അല്ലെങ്കിൽ ഒരു നമ്പർ. ഫോർ എക്സാമ്പിൾ 1 2 3. 1 എന്ന് പറയുന്ന ആൾ ഇന്ന ആളായിരിക്കും. വെളിയിൽ നമ്മൾ ആരകത്ത് നമ്മളെ പേര് പറയണ്ട. അപ്പോൾ 1 എന്ന് പറയുക. അപ്പോൾ ഈ 1 ആയിരിക്കും നമ്മളെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനകത്ത് നമ്മുടെ ഈ 1 എന്ന് സെറ്റ് ചെയ്യുക. അതിനെ റൊട്ടേറ്റ് ചെയ്യുക. അതിനകത്ത് നമ്മുടെ 4 പേര്, ഇപ്പോൾ 4 പേരാണ് ഒരു മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുന്നത്. 4 പേരെ പേരും കൊടുക്കുക. എന്നിട്ട് ഈ വീല് റൊട്ടേറ്റ് ചെയ്യുക. വീൽ റൊട്ടേറ്റ് ചെയ്ത് ഈ വീൽ എവിടെയാണ് നിൽക്കുന്നത് അയാളാണ് ആദ്യം സംസാരിക്കേണ്ടത്. മറ്റുള്ളവർ അയാളെ പറയുന്നത് കേൾക്കുക. അയാൾ അയാൾ മൊത്തം സംസാരിക്കാൻ പാടില്ല. അയാൾക്ക് സമയം കൊടുക്കണം. കാരണം മീറ്റിങ്ങിനകത്ത് 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും സമയം വേണം. ഒരാൾ മാത്രം സംസാരിച്ചിട്ട് പോയാൽ ബാക്കി 4 പേർക്കും പറ്റത്തില്ല. അപ്പം നമ്മൾ പറയുന്ന ആൾക്ക് 4 മിനിറ്റ് സമയമുള്ളൂ, അല്ലെങ്കിൽ ഒരാൾക്ക് 5 മിനിറ്റ് സമയം. നമ്മൾ മൊത്തം എത്ര സമയമാണ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തുല്യമായിട്ട് ഇത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഈക്വലൈസ് ചെയ്ത് സംസാരിക്കാനുള്ള അവസരം കിട്ടും. ഇത് 2 പേരും ഉണ്ടായിരിക്കും, 2 പേര് കേട്ടിട്ട് പോകും. അങ്ങനെ പറ്റില്ല. കേട്ടിട്ട് പോയാൽ ഒരിക്കലും ഇത് വരത്തില്ല. സംസാരിക്കാനായിട്ട് മുന്നോട്ട് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു വ്യത്യാസം സ്പോക്കൺ ഇതിൽ കിട്ടത്തുള്ളൂ. ഇഫ് യു വോണ്ട് ടോക്ക്, അവർ ലാംഗ്വേജ് വോണ്ട് ടു ഇംപ്രൂവ്. വി ഹാവ് ടു കം അപ്പ്. ഓക്കെ, നമ്മൾ മുന്നോട്ട് വരണം. മുന്നോട്ട് വരാതെ മാറി നിന്നിട്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റാൻ പോകുന്നില്ല. നമ്മൾ മുന്നോട്ട് വരാതെ നമ്മൾ മാറണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം. അധ്യാപകർക്ക് അല്ലെങ്കിൽ ഒരു മെൻറ്ററിന് നമ്മളെ പുഷ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് ചെയ്യില്ല, ഞാൻ മാറില്ല എന്ന് പറഞ്ഞാൽ മാറില്ല, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി മുന്നോട്ട് വരണം. അത് ഓരോരുത്തർക്ക് അവസരം കിട്ടാനാണ് ഞാനിത് പറയുന്നത്, ഈ ഒരു ഗെയിം മെത്തേഡ്. അപ്പോൾ 4 പേരാണ് ഉള്ളത്. അപ്പോൾ 4 പേരും ടോക്കണായിട്ട് ആ ഗെയിമിനകത്ത് പങ്കെടുക്കുക. നമുക്ക് ഇഷ്ടം പോലെ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുക. നിങ്ങളെ 4 പേരെ അപരനാമം അല്ലെങ്കിൽ വെർച്വൽ നെയിം, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു 1 2 3 ആണ് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നെയിം 1 നെയിം 2 നെയിം 3 നെയിം 4, ഓരോരുത്തർക്കും ഓരോ നെയിം കോഡ് കൊടുക്കുക. ഈ നെയിം കോഡ് ഇടുക. ആ നെയിം 4 എന്ന് പറഞ്ഞാൽ ഇന്ന ആളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷനകത്ത് നിങ്ങളെ പേരൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ ഡാറ്റ ലീക്ക് ആവുന്ന ഒരു ചാൻസും ഞാൻ നിങ്ങളാരെയും എൻ്റർടൈൻ ചെയ്യില്ല. കാരണം ഞാനൊരു IT പ്രൊഫഷണലാണ്.
സോ നമ്മുടെ ഡേറ്റ നമ്മൾ എപ്പോഴും സേഫ് ഗാർഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് ആരുടെ ക്യാമറ ഇതൊന്നും ഞാൻ പറയാത്തത്. കാരണം നിങ്ങൾക്കത് പറയേണ്ട സിറ്റുവേഷൻ വരും. ഇപ്പം നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. കാരണം എനിക്കിത് ഹൈഡ് ചെയ്തിരുന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അത് കാര്യമില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണം. നിങ്ങൾ പലരും എന്താ പറയുക, ഒരു സെക്യൂരിറ്റി ഫീൽ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെല്ലാവരും ക്യാമറ ഹിഡൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആണുങ്ങളായ ആൾക്കാർക്കെല്ലാം ക്യാമറയിൽ വരാം. അതൊരു വളരെ ഇതായിരിക്കണം. എല്ലാവരും മോമർച്ചിരിക്കുമ്പോഴേ അത് കാണുമ്പോൾ ഒരു വളരെ ഒരു ഇതാണ്. അപ്പം എനിക്ക് തോന്നുന്നു നിയാസ് ഉണ്ട്, വേറെ ആരുണ്ടോ? ഇപ്പോൾ ലേഡീസൊക്കെ ചിലപ്പം അവർക്കൊരു ഇതാണ് ഇത് ക്യാമറ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും കാരണം കുറച്ച് ബോൾഡായിട്ട് മുന്നോട്ട് വരിക. കാരണം നമ്മളൊരു സ്റ്റേജിനെ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. അവിടെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു കട്ടൻ മറിച്ചിട്ട് വന്നു നിന്നാൽ ആരും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ബോൾഡായിട്ട് മുന്നോട്ട് വരണം. ഓക്കെ, കോൺഫിഡൻസ് എന്ന് പറയുന്നതാണ് അതിനകത്ത് നമുക്ക് വേണ്ട അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഇതുപോലെയാണ്. അത് നമ്മൾ ഡെയിലി അതിന് എന്താ പറയുക, ഒരു വിത്ത് പോലെയാണ്. അതിന് നമ്മൾ വെള്ളം കൊടുത്ത് വളം കൊടുത്ത് അതിനെ വളർത്തി വളർത്തി വരുമ്പോൾ അത് വളരെയധികം നമുക്ക് ജീവിതത്തിൽ ഹെൽപ്ഫുള്ളായിട്ട് ഒരു വൃക്ഷമായി മാറുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തും. അപ്പോൾ അതിന് നമ്മൾ ശ്രമിച്ചാലേ അത് വരത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഓരോരുത്തരും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഗെയിമിൻ്റെ കേസ് പറഞ്ഞു. 4 പേര് കൊടുക്കുക, റൊട്ടേറ്റ് ചെയ്യുക. ആദ്യത്തെ ആൾ ഈ പറയുന്ന പോലെ മൊത്തം നിങ്ങൾ 20 മിനിറ്റ്സ് ആണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ആൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് സംസാരിക്കുക. 2 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ഉടനെ ബാക്കി 3 പേരും ഈ ആൾ പറഞ്ഞതിനനുസരിച്ച് ഇയാളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം. ചുമ്മാ കേട്ടിട്ട് പോയാൽ പോരാ. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറയാണ്. ഹലോ ആൾ, ഹൗ ആർ യു ആൾ ടുഡേ? മൈ നെയിം ഈസ് പ്രതാപ് കുമാർ. യു ക്യാൻ കോൾ മീ പ്രതാപ്. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് യുണീക്ക് ഓപ്പർച്യൂണിറ്റി. വെൽ, or let me give my self introduction here. Well, with respect to my qualification, I am a BSc Electronics graduate, pursued my degree from Kerala University. I am, well, with respect to my job profession, I am an IT professional working in a IT firm as messaging admin. My day-to-day activities involve handling email transactions and other admin activities. And well, with respect to my hobbies, I do this, and with skill set, I do this. Likewise, you are saying so many things, right? After that, the person who listened to me, you are asking on that conclusion, right? With this, I have completed my presentation. If you have any questions, please feel free to ask me. That is the final point, right? Then you have to ask that guy the question. Oh, you are like this. Then what all things you do in that there? How many members are there in your family? Likewise, the other people have to shoot questions. ഓക്കെ, നോർമലി ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ പറയുന്നത് കേട്ടിട്ട് പോകുന്നതല്ല, തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പോൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ വന്നാലേ അത് കമ്മ്യൂണിക്കേഷൻ ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും, കുറച്ച് പേര് വന്നിരുന്ന് എന്താ പറയുക, എന്താ വന്നിരുന്നിട്ട് പോകുന്നു, ഒന്നും മിണ്ടുന്നില്ല. ഡൗട്ടുണ്ടോ? ഡൗട്ടില്ല. ചോദ്യങ്ങളുണ്ടോ? ചോദ്യങ്ങളില്ല. മനസ്സിലായോ? മനസ്സിലായില്ല. മനസ്സിലായോ എന്നും മനസ്സിലായാലും നമുക്കറിയില്ല. പറയുന്ന ആൾക്കൊന്നും അറിയത്തില്ല. പറയുന്ന ആളും പേടിച്ചാ പറയുന്നത്. അയ്യോ, ഇതെല്ലാം ചോദിച്ചാൽ ഞാൻ എന്തു പറയും, തെറ്റിക്കോട്ടെ. ഞാനൊരു കാര്യം പറയാം, മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഏറ്റവും ബ്ലെസ്സിങ്സ് ആണ്. ഇത്ര പേർക്കറിയാം. തെറ്റുകൾ ഉണ്ടെങ്കിലേ വളർച്ചയുള്ളൂ. തെറ്റുകളില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? അപ്പോൾ തെറ്റുകൾ വരുന്നത് ദൈവം തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അതിനെ പേടിക്കേണ്ട കാര്യമില്ല. തെറ്റിക്കോട്ടെ. അയ്യോ സാർ തെറ്റി, അവൻ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? വിചാരിച്ചോട്ടെ. അവൻ നിന്നെപ്പറ്റി എന്ത് വിചാരിക്കാൻ? അവൻ എന്ത് വിചാരിച്ചോട്ടെ. അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ അവൻ മോശമായി വിചാരിച്ചിരിക്കും. അറിവുള്ളവർ ആരും ചിരിക്കില്ല. കാരണം നമുക്കറിയാം അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഞാൻ മിസ്റ്റേക്ക് വരുത്തും. അപ്പോൾ അവനും ചിരിക്കില്ലേ? അപ്പം ഞാൻ ചിരിക്കാൻ പാടുണ്ടോ? അറിവുള്ളവരാരും ചിരിക്കില്ല. അവനെ തിരുത്താൻ ശ്രമിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടാക്കാറുണ്ട്, ഒത്തിരി മിസ്റ്റേക്സ് വരുത്താറുണ്ട്. എൻ്റെ മെൻറ്റർ ഒരിക്കലും എന്നെ നോക്കിയിട്ട് മോക്ക് ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾഡായിട്ട് സംസാരിക്കും. ഞാൻ എൻ്റെ സെഷനിലും എൻ്റെ ഇംഗ്ലീഷ് ഇതിലൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരിക്കും. അവരാരും നിങ്ങളെപ്പോലെ ആരും മിണ്ടാതിരിക്കുന്ന ആൾക്കാരല്ല. എല്ലാവരും ബോൾഡായിട്ട് വരും. അവർ സംസാരിക്കാൻ ഇങ്ങോട്ട് ഹാൻഡ് റൈസ് ചെയ്യും. ഇതിനകത്ത് എത്ര പേർക്കറിയാം ഇത് ഹാൻഡ് റൈസ് എന്ന ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്? ഇപ്പോൾ ഞാൻ നോക്കട്ടെ, ഇനിയിപ്പോൾ ഞാൻ പറയും ഹാൻഡ് റൈസ് ചെയ്യാൻ പറയുമ്പോൾ എത്ര പേര് ഹാൻഡ് റൈസ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ 9 പേരുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. അപ്പോൾ ഈ ആൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തോന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഷൂട്ട് ചെയ്യണം. അടുത്ത 1 മിനിറ്റിനകത്ത് നിങ്ങൾ ഓരോരുത്തരായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണം. അയാൾക്ക് സമയം കൊടുക്കുക. അയാളുടെ സമയം കഴിഞ്ഞ ഉടനെ അയാൾക്ക് മാക്സിമം ഒരാൾക്ക് 10 മിനിറ്റ്.
അപ്പം വലിയ വലിയ ആ ഒരു ഗ്രൂപ്പ് ഒരുപാട് പേര് ചേർന്ന് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പേർക്കൊന്നും സംസാരിക്കാൻ അവസരം കിട്ടത്തില്ല. കഴിവതും നിങ്ങൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. അതായത് കോൺവെർസേഷനൊക്കെ വിളിക്കുമ്പോഴേ ചെറിയ ചെറിയ ഗ്രൂപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്കറിയാം പലർക്കും പല സമയങ്ങളാണ് കൺവീനിയൻസ്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഒരു വലിയൊരു ഇതല്ലേ, ഗ്രൂപ്പല്ലേ, ഇതിനകത്ത് നിങ്ങളുടെ തന്നെ ഒരു ബഡ്ഡിയെ കണ്ടുവയ്ക്കുക. ബഡ്ഡി ഇൻ ദ സെൻസ് 1 or 2 പീപ്പിൾ. അവരുമായിട്ടൊരു ചെറിയൊരു ചോദിക്കുക, നാളെ സമയത്ത് ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ പർപ്പസ്ലി കയറുക. നമുക്ക് ഒരു ഡിസ്കഷൻ സംസാരിക്കാനുള്ള അവസരമാണ്. അപ്പോൾ നമുക്ക് ഡെയിലി കിട്ടുന്ന ആക്ടിവിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അവസരം കൊടുക്കണം. ഒരാൾ മാത്രം സംസാരിച്ചിട്ട് പോകരുത്. ഇനി അയാൾ സംസാരിക്കുന്ന സമയത്ത് ഇന്ന് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ആദ്യം വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയാമോ? ലിസൺ ചെയ്യുക. മറ്റൊരാൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇടയിൽ ഒന്നും പറയരുത്, ശ്രദ്ധിച്ച് കേൾക്കുക. പക്ഷേ കേട്ടാൽ അവസാനം നമുക്കൊരു അവസരം വരുമ്പോൾ ചോദിക്കണം. ചോദിക്കാതെയും പോകരുത്. ചോദിച്ചാലേ അവനും ഇമ്പ്രൂവ് ആവുള്ളൂ, നമ്മളും ഇമ്പ്രൂവ് ആവുള്ളൂ. നമ്മൾ മിണ്ടാതെ വെച്ച് പോയാലോ ഒന്നും നടക്കില്ല. സോ ഇന്ന് മുതൽ നിങ്ങൾ ഗ്രൂപ്പിനകത്ത് കോൺവെർസേഷനിൽ കയറുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ കൊണ്ടുവരണം. തെറ്റുകൾ വരട്ടെ, തെറ്റുകൾ വരട്ടെ, പരമാവധി തെറ്റുകൾ വരട്ടെ. ഞാനിവിടെ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജും ഇമ്പ്രൂവ് ചെയ്യാനല്ല ഇത് പറഞ്ഞു. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടണം, മുന്നോട്ട് വരണം. ആദ്യം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പിന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ആദ്യം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വന്ന് സംസാരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനെ കുറിച്ചാണ് പറയുന്നത്, എന്താണ് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു ഉടനെ അതർ പേഴ്സൺ, സോ വാട്ട് യു ആർ ഡൂയിങ് ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ, ഹൗ ബിഗ് ഈസ് യുവർ ഓർഗനൈസേഷൻ, ഹൗ മെനി പീപ്പിൾസ് ആർ ദെയർ ഇൻ യുവർ ഓർഗനൈസേഷൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഷൂട്ട് ചെയ്യാം. ഇതിനെല്ലാം നിങ്ങൾ ആൻസർ കൊടുക്കണം. ഒരുപാട് നേരത്തേക്ക് കൊണ്ടുപോകരുത്. ഒരു 3-4 ക്വസ്റ്റ്യൻ എല്ലാവരും മാറി മാറി ചോദിക്കുക. എല്ലാവരും ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കാവൂ. അതായത് ഇപ്പോൾ 3 പേരുണ്ടെങ്കിൽ ഒരാളാണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതെങ്കിൽ മറ്റു 2 ക്വസ്റ്റ്യൻ ചോദിക്കുക. സമയം കഴിഞ്ഞു, അടുത്ത ആൾ. അപ്പം നിങ്ങൾ ടൈം വെച്ച് വേണം ഇത് ചെയ്യാൻ. ആദ്യമേ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. നാളെ ഒരു അരമണിക്കൂർ നമുക്കുണ്ടാവും, എത്ര പേര് അതിനകത്ത് ഉണ്ടാവും. അത് നിങ്ങൾ തലേദിവസം തന്നെ ഷെഡ്യൂൾ ചെയ്യുക. നിങ്ങൾ ഗ്രൂപ്പിനകത്ത് ഇടുക, ഞാൻ നാളെ ഇന്ന സമയത്തേക്ക് എത്ര പേരുണ്ടാവും, ആരാണ് ഉണ്ടാവുന്നത്, ആ സമയം വെച്ച് ചോദിക്കുക. ആരൊക്കെയാണ് ഹാൻഡ് റൈസ് ചെയ്യുന്നത് അവർ ആ ഗ്രൂപ്പിനകത്ത് നിർബന്ധമായും കയറുക, അറ്റൻഡ് ചെയ്യുക. ഒരാൾ അതിനകത്ത് ഒരു ഓണർഷിപ്പ് എടുക്കുക. ടുമാറോ 7:30 ഹൗ മെനി പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്. അന്ന് അടുത്ത ദിവസമല്ല ചോദിക്കാവുള്ളൂ, തലേ ദിവസം ചോദിക്കണം. തലേ ദിവസം ചോദിച്ച് ആൾക്കാരെ സെറ്റ് ചെയ്യേണ്ടത്, ആരൊക്കെയാണോ ഇതിൽ പഠിക്കേണ്ടത് അവരുടെ തന്നെ ഇതാണ് ഒന്നാമത്തെ കാര്യം. ആ രീതിയിൽ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. അപ്പം നമുക്ക് സമയത്തിന് ആളെ കിട്ടും. ഞാൻ കണ്ട് പലരും കയറിയിട്ട് അങ്ങോട്ട് നമ്മൾ അനൗൺസ് ചെയ്യും പോലെ നമ്മൾ വിളിക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ല വേണ്ടത്. താല്പര്യമുള്ള ആൾക്കാർ സമയം നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്ത് കറക്റ്റ് ടൈമിനകത്ത് വന്ന് ക്ലോസ് ചെയ്യുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയത്തിനകത്ത് ക്ലോസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു വീല് പോലെ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ നമ്മളിപ്പോൾ പറയില്ലേ, നമ്മുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയില്ലേ, 1 2 3 ഒരു പാട്ട് പോലെ ഇടുക. പാട്ട് ആരാ, അല്ലെങ്കിൽ ഒരു ഇത് പറഞ്ഞ ആര് പാട്ട് അല്ലെങ്കിൽ നിർത്തുമ്പോൾ അയാളാണ്. നമ്മൾ ചില കളികളൊക്കെ കളിക്കും, ഒരു ടോസ് ഇടും പോലെ. 3 പേരുണ്ടെങ്കിൽ 3 പേരെ ഇതിട്ടിട്ട് ആ വീലിനകത്ത് 3 പേരെ പേര് എഴുതി വയ്ക്കുക. എന്നിട്ട് വീല് റൊട്ടേറ്റ് ചെയ്യുക. ആരുടെ നേരെയാണ് വന്ന് നിൽക്കുന്നത് അയാളാണ് ആദ്യം സംസാരിക്കേണ്ടത്. അപ്പോൾ റെഡി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, എൻ്റെ പേര് വരുമോ എന്തോ, അപ്പോൾ ഞാൻ വന്നാൽ ഞാൻ എന്താ പറയേണ്ടത്, ഞാൻ പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഒരിടത്ത് സംസാരിക്കാൻ മറ്റുള്ള അവസരം കൊടുക്കരുത്. 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത് ഔട്ടാണ്. എന്നുവെച്ചാൽ അയാളെ വിഷമിപ്പിക്കേണ്ട. അയാളടുത്ത് പറയുക, സമയം ഓവറായി, ഈ 2 ചോദ്യത്തിനും കൂടെ ഉത്തരം പറയുക എന്ന് പറഞ്ഞ് അതുവരെ പറഞ്ഞതിന് ഉത്തരം പറഞ്ഞ് അയാളെ ഇതാക്കാതെ വിടുക. ആ സമയം നമ്മൾ എപ്പോഴും മേക്ക് ഓവർ ചെയ്യണം. എന്തിനാണെന്നറിയോ? സമയം നമ്മൾ മേക്ക് ഓവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ടാർഗറ്റിലോ എത്താൻ പറ്റത്തില്ല. സമയം നമ്മൾ എപ്പോഴും മേക്ക് ഓവർ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഒരുപാട് ഇത്ര സമയത്തിനകത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും. നമ്മുടെ സെഷൻ അഥവാ കട്ടാവേണമെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടെ ആ ലിങ്കിൽ കയറുക കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ്സിൻ്റെ ഇതും കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ ചിലപ്പോൾ സെഷൻ കട്ടാവുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഈ ഞാനിപ്പോൾ ഇട്ട ലിങ്കിൽ തന്നെ ഒരിക്കൽ കൂടെ കയറുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇതിനെക്കുറിച്ച്, അതായത് നിങ്ങളുടെ ഡെയിലി ആക്ഷൻ അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇങ്ങനൊരു മാറ്റം കൊണ്ടുവരിക. അപ്പോൾ എല്ലാവർക്കും അവസരം കിട്ടണം, എല്ലാവരും സംസാരിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു ചേഞ്ച് വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഗ്രൂപ്പിനകത്ത് കയറിയ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇത് മാത്രം ഇട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മൈൻഡ് ഒരിക്കലും അതിനനുസരിച്ചിട്ട് ഇതാവത്തില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്. ദെൻ അപ്പോൾ ഇനി അടുത്ത എന്താണെന്നുള്ളത്, അപ്പോൾ അടുത്ത നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവരും മൊബൈലിലുള്ള ആൾക്കാരാണ്.
നിങ്ങളുടെ എല്ലാവരുടെ മൊബൈലിനകത്തും ഒരു വോയിസ് റെക്കോർഡർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. എന്താണ് സാർ വോയിസ് റെക്കോർഡർ ആപ്പ്? വോയിസ് റെക്കോർഡർ ആപ്പ് നിങ്ങളുടെ സംഭാഷണം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് വോയിസ് റെക്കോർഡർ ആപ്പ്. അയ്യോ സാർ അതെന്തിനാണ്? അത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾ സംസാരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്താ സംസാരിക്കും സാർ? അപ്പം ഞാൻ എന്താ സംസാരിക്കേണ്ടത്? നിങ്ങൾ സാധാരണ ഒരാളുടെ അടുത്ത് എന്തൊക്കെ സംസാരിക്കുമോ അതെല്ലാം നിങ്ങൾ ആ ആപ്പിനകത്ത് സംസാരിക്കും. എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യണം. ഓരോ 5-10 മിനിറ്റിൻ്റെ ഇത് വെച്ച് റെക്കോർഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചുമ്മാ ഏതെങ്കിലും സ്ഥലത്ത് പോയി നിങ്ങൾ അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങുക, ഒരു 10 മിനിറ്റ് ഈ വോയിസ് റെക്കോർഡർ ആപ്പിനകത്ത് പതുക്കെ സംസാരിക്കും. കാരണം ഇപ്പോൾ ഒരാൾ കേൾക്കുമ്പോൾ തോന്നുക അയാൾ മൊബൈലിനകത്ത് സംസാരിക്കുകയാണെന്നേ തോന്നുള്ളൂ. ഒരു ഹെഡ്സെറ്റ് കൂടെ വാങ്ങിക്കുക, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഹെഡ്സെറ്റ് കുത്തുക, അപ്പം നമ്മൾ മൊബൈലിൻ്റെ അകത്ത് സംസാരിക്കുന്ന അതേ ഫീലേ വരുള്ളൂ. ജസ്റ്റ് ഹെഡ്സെറ്റ് മൈക്ക് പിടിക്കുക, എന്നിട്ട് പറയുക ഹായ് ടുഡേ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദിസ്, മൈ നെയിം ഐ എം ഫ്രം ദിസ്, ഐ എം ഡൂയിങ് ദീസ് തിങ്സ് ആൻഡ് ദിസ് റിയലി ആൻഡ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ലൈക്ക് മീൻസ് എന്തെങ്കിലും നിങ്ങൾ എന്തൊക്കെ ഇംഗ്ലീഷിൽ പറയാൻ ഉദ്ദേശിക്കുന്നു അതങ്ങ് സംസാരിക്കുക, അത് റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്താൽ മാത്രം പോലെ അത് കേൾക്കുകയും വേണം. നിങ്ങൾ തന്നെ കേൾക്കും. എങ്ങനെ പറഞ്ഞു, എത്ര രസകരമായി പറഞ്ഞു, സ്പീഡ് കൂടി പോയോ, വാക്കുകൾ കറക്റ്റാ വന്നോ, ശരിയായില്ല, വാ കുഴപ്പമില്ല, ശരിയാവണ്ട, അടുത്ത തവണ ഒന്നും കൂടെ നന്നാക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. പരമാവധി സമയം എനിക്കത് ഇഷ്ടംപോലെ സമയം നിങ്ങൾ വേസ്റ്റായി കളയുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബൊക്കെ എത്ര പേരെടുത്ത് വെറുതെ സമയം ഇങ്ങനെ എടുത്ത് സ്ക്രോൾ ചെയ്ത് വിടുന്ന എത്ര സമയം വേസ്റ്റ് ആക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ നിങ്ങൾ ഈ വോയിസ് റെക്കോർഡറുമായിട്ട് അങ്ങോട്ട് മത്സരിക്കുക, നിങ്ങളുടെ സംഭാഷണം ഏറ്റവും മികച്ചതാക്കാൻ. ഇന്ന് മുതൽ എല്ലാവരും ചെയ്യുക. എല്ലാവരുടെ മൊബൈലിനകത്തും പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഒരു വോയിസ് റെക്കോർഡർ ആപ്പ് കിട്ടും. വോയിസ് റെക്കോർഡർ ആപ്പ് എടുത്തിട്ട് അങ്ങോട്ട് സംസാരിക്കുക. അപ്പോൾ സാർ എന്തിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും? ഒന്നുമില്ല, നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു പേന ഇരിക്കണം, ആ പേനയെക്കുറിച്ച് സംസാരിച്ചോ. അല്ലെങ്കിൽ ഒരു ബുക്ക് ഇരിക്കണം, ബുക്കിനെ കുറിച്ച് സംസാരിച്ചോ. എന്ത് സാധനം ഫ്രണ്ടിൽ നിന്ന് അതിന് കയ്യിലെടുത്ത് സംസാരിച്ചോ. ഇനി അതൊന്നും സാധനമൊന്നുമില്ല, ഞാൻ എന്തിനെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത്, ഏതെങ്കിലും ഒരു സാധനത്തെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ 2 ഗുണങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഇന്ന് വരെ ശ്രദ്ധിക്കാത്ത പലതും നിങ്ങളുടെ ഫോക്കസിൽ വരും. നിങ്ങൾ ഇന്ന് മുതൽ ശ്രദ്ധിക്കുക, ഒരു സാധനം സംസാരിക്കാൻ പറ്റിയ ഒരു സാധനം എന്താ ഉള്ളത്, ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഉദാഹരണം പറഞ്ഞ ഒരു ചെടിയെ കുറിച്ച് സംസാരിക്കണം. നിങ്ങൾ ഇന്ന് വരെ ആ ചെടിയെ നോക്കിയിട്ടേ ഇല്ല ആദ്യം. അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു ഫോക്കസ്, നമ്മുടെ ശ്രദ്ധ ഏതിലോട്ടാണോ നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്, അപ്പോൾ അതിലോട്ട് നമ്മൾ അതിൻ്റെ ഭംഗി ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അത് എത്ര സമയം സംസാരിക്കണം? ഒരു 2 മിനിറ്റോ 5 മിനിറ്റോ സംസാരിക്കും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് സെഷൻ കൊടുത്തൊന്ന് ബ്രേക്ക് എടുക്കുക, വീണ്ടും ഒരു 5 മിനിറ്റ് സംസാരിക്കുക. നിങ്ങൾ ഒരു 30 മിനിറ്റ് സമയം കിട്ടുന്നു, അതിനകത്ത് ഒരു 5 വീഡിയോ ഇട്, 5 വീഡിയോ റെക്കോർഡ് ചെയ്യും. വോയിസ് റെക്കോർഡർ ഉണ്ട്, വീഡിയോ റെക്കോർഡർ ഉണ്ട്, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ വോയിസ് റെക്കോർഡർ വീഡിയോ റെക്കോർഡർ 2 സജസ്റ്റ് ചെയ്യും. കാരണം വോയിസ് റെക്കോർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ സംസാരിക്കുന്നത് മാത്രമല്ല. ഇപ്പോൾ ഞാൻ തന്നെ ഈ വീഡിയോക്കകത്ത് വന്നില്ല, ഞാൻ എൻ്റെ ഇതും കൂടെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ ഇതൊരു അശരീരി കേൾക്കും പോലെ തോന്നുള്ളൂ. പക്ഷെ ഞാൻ പറയുമ്പോൾ നമ്മുടെ കൈകൾ, നമ്മുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ, നമ്മുടെ മുഖത്ത് വരുന്ന പുഞ്ചിരി, അതായത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറും ഡോണ്ട് തിങ്ക് ഇറ്റ്സ് all about English, just simply speaking English. No, communication is all about how well we are using our body language, how we are expressing using our emotions, how we are using the tones. ടോൺ എന്ന് വെച്ചാൽ മനസ്സിലായോ? നമ്മുടെ സംഭാഷണത്തിൻ്റെ പിച്ചുകളാണ്. നമ്മൾ എത്രത്തോളം ചില കാര്യങ്ങൾ കയറ്റി പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ കുറച്ച് പറയുന്നുണ്ട് എന്നുള്ളതിന്. സെഷൻ കട്ടാവണമെങ്കിൽ എല്ലാവരും വീണ്ടും ഒരിക്കൽ കൂടെ കയറണം കേട്ടോ. ഓക്കെ, 11 പേരും അല്ലെങ്കിൽ 10 പേരും അതിനകത്ത് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോഴത്തേക്ക് സെഷൻ കട്ടാവും. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവരും അടുത്ത സെഷനിലോട്ട് കയറുക. ഓക്കേ.